നമുക്കിന്ന് നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളൊക്കെ സുഖിയൻ കഴിച്ചിട്ടുണ്ടാകും അല്ലേ? ഇത് ഞാൻ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു സുഖിയനാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുവിധം പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ അങ്ങ് പഴുത്തു പോയത് എടുക്കരുത്. ആവശ്യത്തിന് ഒന്ന് പഴുത്ത് കിട്ടുന്ന ആ ഒരു പരുവത്തിലെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 350 ഗ്രാമോളം ഉണ്ട് ഞാൻ ഈ എടുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴത്തിൻ്റെ അളവ്. നമുക്ക് ആദ്യം ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നമ്മുടെ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങി അതിൻ്റെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മിഡിലുള്ള ആ ഒരു ബ്ലാക്ക് സീഡ്സ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം റിമൂവ് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് ഇനി കുറച്ച് തേങ്ങ ചിരകിയതൊന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കര കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ആണെങ്കിലും ചേർക്കാം. ഞാനിവിടെ ഒരു 100-150 ഗ്രാമോളം ശർക്കര ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഈ നേന്ത്രപ്പഴത്തിന് ഒരുവിധം നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ശർക്കര 150 ഗ്രാം ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 200-250 ഗ്രാമോളം ശർക്കര ഇതിലേക്ക് ചീകി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ഏലയ്ക്ക, ഒരല്പം പഞ്ചസാരയും ചേർത്തൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത് ഞാനിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു ബോളിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ആ ബോള് പോലെ ഒന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാനൊരല്പം ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ഈ പഴം പുഴുങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതങ്ങ് വല്ലാതെ ഒത്തിരി നേരം വെച്ച് പുഴുങ്ങി അങ്ങ് വല്ലാതെ കുഴഞ്ഞു പോകരുത് കേട്ടോ. കുറച്ച് കട്ടിയിൽ കിട്ടണം. അതുപോലെ ഈ ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ഹെൽത്തി വേർഷനായിട്ടാണ് ഞാനിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് കൈവച്ചൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. പിന്നെ നിങ്ങൾക്കിത് കുഴയ്ക്കുമ്പോൾ വല്ലാതെ ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണും കൂടി ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മുടെ നേന്ത്രപ്പഴവും ശർക്കരയും തേങ്ങയും അതുപോലെ ഗോതമ്പ് പൊടിയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഉരുളകളുടെ വലുപ്പമാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ബോളുകളായിട്ടാണ് ഇവിടെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരേ വലിപ്പമുള്ള ഉരുളകളാക്കി ഒന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഈ ബോളുകളൊന്ന് കോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ആണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മളുടെ സുഖിയന് നല്ലൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒരു നല്ല നിറത്തിന് വേണ്ടി ഒരു 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ആ ഒരു ബാറ്റർ ആക്കിയെടുക്കണം. കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വേണം ആക്കിയെടുക്കാൻ. പിന്നെ ഞാനിവിടെ ഒരു 7-8 ബനാന ബോൾസ് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ബനാന ബോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടി ഒരു 1/2 കപ്പോളം എടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബനാന ബോൾസ് ഇട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഈ കോട്ട് ചെയ്യുന്നതിനുള്ള ബാറ്റർ നല്ല ലൂസായിരിക്കണം കേട്ടോ. എങ്കിലും മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ സുഖിയൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഇതാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മാവ് കട്ടിയായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പുറത്തുള്ള ഈ കോട്ടിങ്ങും അങ്ങ് വല്ലാതെ കട്ടിയായി പോകും കേട്ടോ. നമ്മൾ അടുപ്പിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ സുഖിയൻ്റെ ബോളുകൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ സുഖിയൻ ഇതിലേക്ക് ഇടുമ്പോൾ എണ്ണയുടെ അടുപ്പിൽ തീ നന്നായിട്ട് കൂട്ടി വെച്ച് വേണം ഇടാനായിട്ട്. ഇട്ടതിന് ശേഷം അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ചും മറിച്ചും ഇട്ട് നമ്മൾ ഓൾറെഡി പുഴുങ്ങിയ
ഏത്തപ്പഴമൊക്കെ ആണല്ലോ. അപ്പം പിന്നെ കൂടുതൽ വേകേണ്ട കാര്യമൊന്നുമില്ല. ഈ പുറത്തുള്ള ഈ കോട്ടിംഗ് ഒന്ന് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3-4 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഞാനിത് എല്ലാ സൈഡും ഈ എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് ആയിട്ടുണ്ട്. നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആ ബനാന ബോൾസ് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നേന്ത്രപ്പഴം സുഖിയൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.